ഫ്രണ്ട്സ്, കാതറിൻ മാജിക് ആൻഡ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നമ്മൾ അടിഭാഗം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് രണ്ട് സ്ലീവും ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണത് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് നോർമലി അറിയാവുന്ന പോലെ തന്നെ ഒരു ഫോൾഡ് കൊടുത്ത് നെക്സ്റ്റ് ഒരു ഫോൾഡും കൂടി നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ അതിൽ നിന്ന് ഫാസ്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. നമ്മൾ ലൈനിങ് ഉള്ള ഫാബ്രിക് ആണെങ്കിൽ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് കൂടെ ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ മറിച്ചടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നോർമലി ലൈനിങ് കൂടെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ മടക്കി തയ്ക്കാം ആ ഭാഗം. അപ്പോൾ നമ്മളത് മടക്കി തയ്ക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മൾ സ്ലീവിൽ. അപ്പോൾ സ്ലീവ് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ രണ്ട് സ്ലീവ് നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി അതിൽ കൊടുക്കാം. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വേണം കൊടുക്കാം. ഞാനിപ്പോൾ അതിൽ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും നമ്മുടെ ശരിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ലൈനിങ്ങിലാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈനിങ്ങിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കിൽ കട്ടിങ് കൊടുത്തിട്ടില്ല. നമ്മൾ നല്ല ഭാഗത്ത് വെച്ച്, അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെക്കേണ്ടത്. ഇനി നമ്മൾ ലൈനിങ് ഇപ്പം നമ്മൾ ആ റൗണ്ട് ബോട്ട് നെക്ക് പോലെയുള്ള ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് മറിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഭാഗം കോട്ടൺ തുണിയാണെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ ഷിഫോണാണ് അല്ലെങ്കിൽ പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രേപ്പൊക്കെ ആണെങ്കിൽ നമുക്കത് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് പിന്ന് മേടിക്കാൻ കിട്ടും. നമ്മൾ പിന്നെ അപ്പോൾ അത് കുത്തി വെച്ചിട്ട് നമുക്ക് അത് നീക്കി കുത്തിയിട്ട് വെച്ചിട്ട് അടിക്കാം, കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെക്കുന്നില്ല, കാരണം ഇത് കോട്ടൺ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ മറ്റേതാകുമ്പോൾ നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മറ്റേ ഭാഗം വലിഞ്ഞ് വരാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ ഷേപ്പൊക്കെ മാറി വേറെ വല്ല ഷേപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പിൻ ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ വന്നു. കാരണം കോട്ടൺ ആയതുകൊണ്ട് അതിൽ പിടിച്ചിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടുന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ നെക്കിൽ വന്നിട്ട് ഇപ്പം ഞാൻ അത് നെക്ക് മറിച്ചിടാനാണ് ഈ ലൈനിങ് മെറ്റീരിയൽ. ഇതിവിടെ നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ മെറ്റീരിയൽ അറ്റത്ത് വെച്ചിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഒരിക്കലും ലൈനിങ് കട്ട് ചെയ്യരുത്. ആ ലൈനിങ് എവിടെയാണോ അടിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്തെടുക്കുക, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആ സ്റ്റിച്ചുമ്മ പോയിട്ട് കട്ട് ചെയ്യാനും പാടില്ല. പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് ഇളകിപ്പോരും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ വളവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്താൽ മതി. കാരണം കറക്റ്റായിട്ട് വളഞ്ഞിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. എന്നിട്ട് നമ്മൾ ഇത് ബാക്കിലോട്ട് മറിച്ചിടുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നല്ല ഭാഗമാണ് നമുക്ക് കിട്ടുക. ലൈനിങ് വന്നിട്ട് ബാക്കിലോട്ട് പോകും കേട്ടോ. ഇനി നമ്മൾ നെക്ക് ഒന്ന് പതിച്ചടിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ അടിച്ചിട്ടില്ല. നെക്ക് പതിച്ചടിച്ച് കഴിഞ്ഞാൽ അവിടെ നീറ്റാവും. നെക്കിൻ്റെ ഇതിലൊരു വർക്ക് വരാനുണ്ട്. നെക്കിൽ
ഒരു പ്ലീറ്റഡ് നെക്കുമാണ് ഇതിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല, ലാസ്റ്റ് നമുക്ക് എല്ലാം ഫിനിഷായിട്ട് ചെയ്താലും മതി. കാരണം നെക്ക് അവിടെ ഒരു ഡിസൈൻ അടിക്കുന്ന കാരണമാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ നെക്കിൻ്റെ കംപ്ലീറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് നമുക്ക് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ജോയിൻറ്റ് ചെയ്യണ കാരണം അതിന് മുന്നേ തന്നെ നമ്മളിത് മടക്കി തയ്ക്കണം. അപ്പോൾ ലൈനിങ് നമുക്ക് മടക്കി തയ്ക്കാം. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. കാണുമ്പോൾ കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതും ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാനത് നെക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്ക് വെറുതെ ഒന്ന് സിമ്പിളായിട്ട് അടിച്ചെടുക്കുക, പതിച്ചടിക്കുന്ന പോലെ അവിടെ നിന്ന് പിടിച്ചടിക്കുക. അപ്പോൾ അത് കറക്റ്റ് ലെവലായിട്ട് നിന്നോളും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ നെക്ക് നമ്മളുടെ ലൈനിങ്ങിൻ്റെ ബാക്ക് അടിവശം നമ്മളവിടെ അടിച്ചു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ജോയിൻറ്റ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ലൈനിങ്ങും നല്ല ഫാബ്രിക്കും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് അടിഭാഗം വരെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളത് കുറച്ച് വലിച്ച് പിടിക്കല്ല, കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പൊന്തി നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് അടിക്കണം. ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളെ ഷിഫോണാണ്, ജോർജറ്റ് ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ട് വശവും അടിച്ചു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെയാണ് ഇത് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റായി, നെക്കും നമ്മൾ കംപ്ലീറ്റായി, ബാക്കിയുള്ള വശം എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത് ബാക്ക് വശമാണ് കേട്ടോ. ഇത് ഫ്രണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നീറ്റാക്കി എടുക്കണം കേട്ടോ. നെക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് നീറ്റായിട്ട് എടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിവശം നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ ബോട്ടം ആ ഭാഗം നമ്മൾ അടിവശം അവർ ഒരു പീസ് വെച്ചിട്ട് മറിച്ചടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ ലെവൽ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗം നമ്മൾ അടിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്ന ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ അത് ബാക്ക് വശം നമ്മൾ ഇതേപോലെ തന്നെ സെയിം തന്നെ നമ്മൾ മറിച്ചടിക്കുക ചെയ്യുന്നത്. നമ്മളിതിലൊരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ സിബ് നമ്മൾ അതിൽ വെക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ് മറിച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് സിബ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ നെക്ക് നല്ല ഭാഗത്ത് ലൈനിങ് വെച്ച് നെക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ നെക്ക് ഇത് അടിച്ച് വെച്ചിട്ട് കഴിഞ്ഞു. ഇനി അത് വന്നിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ശേഷം അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ അവിടെ ഒന്ന് ചെറുതായി കട്ടിട്ട് കൊടുക്കുക, ചെറിയ കട്ടിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ത്രെഡുമ്മ കൊള്ളരുത് കേട്ടോ. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം നന്നായി അത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കോട്ടൺ ആയതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കറക്റ്റായി ലെവലായിട്ട് ഇരുന്നോളും. അതിനുശേഷം നമ്മളതൊന്ന് പതിച്ചടിക്കണം. നമ്മൾ ഫ്രണ്ടിലത്തെ പോർഷൻ, അതായത് ആ പോർഷൻ ചെയ്ത പോലെ തന്നെ നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
പതിച്ചടി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അതിൽ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അടിഭാഗം ലൈനിങ് നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കണം. അപ്പോൾ ഞാനതിൽ കാണിച്ചിട്ടില്ല. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അടിഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈഡ് ഷോൾഡർ തൊട്ടിട്ട് നമ്മൾ അടിവശം വരെ സ്റ്റിച്ച് ചെയ്യാം. അടിവശം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് രണ്ട് വശം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞു. ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് നമ്മൾ അതുപോലെ തന്നെ അടിക്കുക കേട്ടോ. ഇനി നമ്മൾ ഞാൻ അതടിക്കാം. അതിനുശേഷം ഇനി അത് ചെയ്യേണ്ടത് നമുക്ക് സിബ് അതിൽ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചിൽ വീതിയിൽ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കണം. നീളം വൈസ് ലെങ്ത്തിൽ എടുക്കണം കേട്ടോ. അതിൻ്റെ 4 വശം വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഞാനത് 2 വശം, ഒരു വശം തേര് വശം പോലത്തെ ആയിരിക്കും. അപ്പോൾ ബാക്കി 2 വശം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതൊരു ഇപ്പോൾ സിബൊക്കെ എടുക്കുമ്പോൾ ഒരു 13 ഇഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ 11 ഇഞ്ചോ നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. സിബ് എത്ര വേണം ലെങ്ത്ത് എന്നുള്ളത് അതിനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കണം എന്ന് മാത്രം നമ്മളുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നത്. അത് എല്ലാ വശവും മടക്കി അടിക്കാം. ഒറ്റ മടക്ക് മടക്കിയാലും മതി. 2 മടക്ക് മടക്കണമെങ്കിൽ അതിനനുസരിച്ച് തുണി എടുക്കണം. 2 മടക്കല്ല 1 മടക്ക് അടിക്കാം. ഇത് അടിച്ചതിന് ശേഷം നമ്മളത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് സിബ് അതിൽ നോക്കും വേണം കേട്ടോ. സിബിൻ്റെ ഈ ബാക്ക് വശത്ത് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല വശത്താണ് വെക്കേണ്ടത് കേട്ടോ. നല്ല വശത്താണ് ഈ തുണി വെക്കേണ്ടത്. അതിൻ്റെ നല്ല വശം, തുണിയുടെ നല്ല വശം ഈ നമ്മൾ മടക്കി സിബ് വെക്കാൻ എടുത്തിരിക്കുന്ന ക്ലോത്തില്ലേ അതിൻ്റെ നല്ല വശം തമ്മിലാണ് വെക്കേണ്ടത് കേട്ടോ. അത് നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ഇഞ്ച് വേണ്ടത് എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഞാനൊരു 30 ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ ചെറിയ പീസ് എടുത്തത്, ആ പീസ് നമുക്കത് മടക്കാം. കറക്റ്റ് ലെവൽ ചെയ്ത് മടക്കിയതിന് ശേഷം അതിലൊരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ കറക്റ്റ് 2 ഈക്വലായിട്ട് തന്നെ മടക്കുക. ആ മടക്കിയിട്ട് നമ്മൾ ആ മടക്ക് വീഴുന്ന ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളതിൽ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ഭാഗം. ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ലൈൻ വരച്ചു കൊടുക്കണം. അതൊരു വീലാണ് വരച്ചു കൊടുക്കേണ്ടത്. വി പോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അതായത് മേലെ കുറച്ച് വലുതും അടിയിലെത്തുമ്പോൾ അത് വി പോലെ വരണം കേട്ടോ. അപ്പം ഞാനിത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറക്റ്റ് നമ്മൾ ബാക്ക് ക്ലോത്ത് വന്നിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ എടുത്തിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഇനി ഈ ലൈനിൽ ആ 2 ലൈൻ ഉണ്ടല്ലോ, ആ 2 ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണത്. വി ഷേപ്പിൽ സെൻറ്റർ ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പിൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്രയാണോ നമുക്ക് സിബ് വേണ്ടത് വെച്ചാൽ അത് നമ്മളതിൽ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ആ തുണിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത് നല്ല വശത്താണ് ചെയ്യുന്നത്. നല്ല വശത്താണ് ഈ തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി കെട്ടിട്ടിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുക. ആ വി പോലത്തെ ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഞാൻ വി പോലെ അത് കറക്റ്റ് ചെയ്ത് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ അവിടെ കുത്തി നിർത്തുക. എന്നിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് തിരിച്ചടിക്കുക. നമ്മൾ സൂചി പോയിൻ്റ് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് അടിക്കില്ല, അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് അത് അടിക്കുക. ആ പിൻ ചെയ്ത് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ലെവലായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് പരിചയമായി വരുമ്പോൾ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. അറ്റെത്തുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം കയറ്റി കട്ട് ചെയ്ത് പോകരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ വന്നിട്ട് കട്ട് ചെയ്യുക. അറ്റം എത്തുമ്പോൾ ആ വി എന്നുള്ള പറയുന്ന ആ പൊസിഷനിൽ എത്തുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ.
ഇനി നമ്മളത് ഉള്ളിലേക്ക് മടക്കുകയാണ്. ആ മടക്കണേറ്റ് മുന്നേ അവിടെ ഒരു സ്റ്റിച്ച്, ഒരു പതിച്ചടി കൊടുക്കാം. അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു പതിച്ചടി ഇങ്ങനെ സൈഡിലൊരു പതിച്ചടി കൊടുത്ത് അങ്ങനെ കൊടുത്ത് വയ്ക്കാം. നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടതാണ്. ഇനിയാണ് സിബ് വയ്ക്കേണ്ടത്. അപ്പോൾ പതിച്ചടി കൊടുത്തതിന് ശേഷം സിബ് വയ്ക്കുക. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും ഒരു അടി കൊടുത്താൽ. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അടി സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, അപ്പുറത്തേക്ക് മറിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ അത്, ഇങ്ങോട്ടല്ല ഇരിക്കുന്നത്, മറിച്ചിട്ടിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതങ്ങനെ തന്നെ അടിയിലേക്ക് വരെ എത്തി അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആ വി പൊസിഷൻ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് സിബ്ബയിൽ പിടിപ്പിക്കാം. ഉള്ളിലേക്ക് വെച്ചിട്ട് സിബ് എടുക്കുക. സിബ് നമുക്ക് ഇനി ആ ലെങ്ത്ത് അവിടെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ലെങ്ത്ത് വരെ കിട്ടത്തുള്ളൂ. സിബ് വയ്ക്കുമ്പോൾ സിബ് ആദ്യം വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് നീക്കി വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. സിബിൻ്റെ ഡയറക്റ്റ് കയറ്റി വെച്ച് അടിക്കരുത്. സിബ് ഇനി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സിബ് വയ്ക്കുന്ന ഒരു വീഡിയോ നമുക്ക് വേറെ ഇടാം. കാരണം നമുക്ക് ഇതിലൂടെ ചിലപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇത് ആ സിബിൻ്റെ ആ ലൈൻമേ ആ പല്ലിൻ്റെ അവിടേക്കായിട്ട് അടിക്കരുത്. കുറച്ച് നീക്കിയിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്യാൻ. എന്നാൽ കറക്റ്റായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ആ തെറ്റത്ത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമ്മളത് സൈഡിൽ കൂടെ അടിച്ചെടുക്കുക. നമ്മൾ ഈ വി പൊസിഷനിൽ എത്തുമ്പോൾ കുറച്ച് ഇറക്കിയെടുക്കുക. ഒരു ഇഞ്ച് വരെ ഒന്ന് ഇറക്കിയെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ലെവലിൽ തന്നെ അടിക്കരുത്. കുറച്ച് ഇറക്കി എടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. അതിനെക്കാട്ടി കുറച്ച് ഇറക്കി നമ്മൾ അവിടെ ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഇത് വരയ്ക്കില്ല, അതേപോലെ തന്നെ കറക്റ്റായിട്ട്. എന്നിട്ട് ആ മറ്റേ ഭാഗം ഒന്ന് കയറ്റി വയ്ക്കുക അതിൻ്റെ മേലേക്ക്, ആ സിബിൻ്റെ മേലേക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് ഇതുപോലെ സൂചി ആ സൂചി അവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ ആക്കാനായിട്ട്. ഒരിക്കലും അതെടുത്ത് വേറെ വേറെ ആക്കരുത്. ഒരൊറ്റ അടിയിൽ തന്നെ അടിക്കണം. വേറെ കട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇനി ലെവൽ ചെയ്ത് പിടിക്കുക, കുറച്ച് കയറ്റി അടിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും. ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ സിബ് ഇതുണ്ടാവും. അപ്പോൾ അത് നീക്കിയിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട് കേട്ടോ. അതവിടെ വരുമ്പോൾ ചിലപ്പം അവിടെ അടി തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് കറക്റ്റ് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക. കെട്ട് ഇടണം. അപ്പോൾ നമ്മുടെ സിബിൻ്റെ പരിപാടി കഴിഞ്ഞു. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇനി ഇടാം. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.